ഹായ് മക്കളെ, നീറ്റ് 2026 കട്ട് ഓഫ് ആയിരിക്കും ഏറ്റവും കൂടുതൽ പേര് ഇപ്പം അന്വേഷിക്കുന്നതെന്ന് പറയുന്നത്. ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പറയാം, ഈ വീഡിയോ എന്ന് പറയുന്നത് 24 മണിക്കൂർ പോലും ആയിട്ടുള്ള നീറ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ വെച്ചിട്ടാണ് ഞാൻ ഈ കട്ട് ഓഫ് കാര്യങ്ങൾ പറയുന്നത്. അത് അക്യൂറേറ്റ് ആണെന്ന് ഒരിക്കലും എനിക്ക് അവകാശപ്പെടാൻ പറ്റില്ല. കാരണം എത്ര പേര് എത്ര സീറ്റ് ഉണ്ടെന്ന് നമുക്കറിയാം, എത്ര പേര് എത്ര മാർക്ക് ആ മാർക്കിനുള്ളിൽ എത്തി എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് കറക്റ്റ് അറിയണമെങ്കിൽ ഈ എല്ലാ ആളുകളും വാല്യുവേഷൻ നടത്തും, അവർ സ്വയം മാർക്ക് നോക്കണം, അത് കൃത്യമാകണം, കീ എല്ലാം കറക്റ്റ് വരണം. എന്നിട്ട് ഓട്ടോമാറ്റിക്കലി മാർക്ക് വന്നു കഴിയുമ്പോഴാണ് നമുക്ക് ആക്ച്വലി ഒരു പോയിന്റ് ഓഫ് മാർക്കിന് മേളിൽ എത്ര പേരുണ്ട്, അപ്പൊ എത്ര സീറ്റ് ഉണ്ട്, അതിനനുസരിച്ചായിരിക്കും കട്ട് ഓഫ് കറക്റ്റ് വരിക. അപ്പൊ ഇത് എക്സാക്ട് ആയിരിക്കത്തില്ല. കറണ്ട് ഒരു ഡേറ്റയും ഒരു അനാലിസിസും വെച്ചിട്ടൊരു നമ്പറെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ ലാസ്റ്റ് ഇയർ ട്രെൻഡും ഒക്കെ അനലൈസ് ചെയ്തിട്ടാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ ആദ്യം തന്നെ പറഞ്ഞോട്ടെ, എക്സാം ലാസ്റ്റ് ഇയർ, ഞാൻ ഈ കഴിഞ്ഞ നീറ്റ് കഴിഞ്ഞ് റീനീറ്റിന്റെ കാര്യമല്ല പറഞ്ഞത്, ലാസ്റ്റ് ഇയർ നീറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കെമിസ്ട്രി ഡിഫിക്കൽട്ട് ആണെങ്കിലും ഫിസിക്സ് കമ്പാരിറ്റീവ്ലി ഒരു എളുപ്പമായിട്ടുള്ള രീതി, മീൻസ് ഡിഫിക്കൽട്ട് ആണ്, ബട്ട് ലാസ്റ്റ് ഇയർ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അത്രയും ഡിഫിക്കൽട്ട് അല്ല എന്നുള്ള ട്രെൻഡിലേക്കാണ് കോമൺലി വരുന്നത്. അത് മാർക്കും കാണിക്കുന്നുണ്ട്. കാരണം 15 മിനിറ്റ് എക്സ്ട്രാ കിട്ടിയതും പിന്നെ റീനീറ്റിന്റെ ഒരു മാസങ്ങളും കൊണ്ട് തന്നെ മാർക്ക് ഇപ്പൊ നോക്കുമ്പോൾ ഇതാണ് ഞാൻ ഓൾ ഇന്ത്യയിൽ നിന്ന് കേൾക്കുന്ന ഒരു ഏകദേശ ട്രെൻഡ്. ഇപ്പം ലാസ്റ്റ് ഇയർ നിങ്ങൾക്കറിയാം 680 റേഞ്ച് ആയിരുന്നു ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പം കോട്ടയിൽ നിന്ന് കോട്ട ഓൾ ഇന്ത്യ ആളുകളിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എത്രത്തോളം സത്യമാണെന്നുള്ളത് വരുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ കേൾക്കുന്ന അനുസരിച്ച് കോട്ടയിൽ ഒരു 710 ഉണ്ട് എന്ന് കേൾക്കുന്നുണ്ട് രാജസ്ഥാനിൽ. പിന്നെ കഴിഞ്ഞ തവണ വന്ന നിങ്ങൾക്കറിയാം രാജസ്ഥാനിൽ തന്നെ ഷിഖാർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു കഴിഞ്ഞ തവണ നിങ്ങൾക്ക് ഫസ്റ്റ് ഗുരുകൃപ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഫസ്റ്റ് വന്നിരുന്ന ആളെന്ന് പറയുന്നത്. അവിടെ ഒരു 705 ഉണ്ടെന്ന് ഞാൻ കേൾക്കുന്നു. തമിഴ്നാട് ഒരു 695 ടോപ്പർ എന്ന് കേൾക്കുന്നു. ദെൻ ഗുജറാത്തും ഒരു 695 ടോപ്പർ എന്ന് കേൾക്കുന്നു. ഹരിയാന 690. അപ്പൊ ഞാനിത് പറയാൻ കാരണമുണ്ട്. ഇൻഡോർ 690 കേൾക്കുന്നുണ്ട്. കേരള 680 പ്ലസ് ആയിരിക്കും ടോപ്പർ എന്ന് കേൾക്കുന്നു. ഇപ്പൊ സൈലത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ 670 റേഞ്ച് ഒക്കെയാണ്, 70 പ്ലസ് ആ റേഞ്ചുകളൊക്കെയാണ് സൈലത്തിലും കേൾക്കുന്നത്. 670 റേഞ്ച് കേൾക്കുന്നുണ്ട്, 660 പ്ലസ് കേൾക്കുന്നുണ്ട്, 650 പ്ലസ് കേൾക്കുന്നുണ്ട് കുറെ ആളുകൾ. അപ്പൊ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ മനസ്സിലാക്കണം, കേരള കഴിഞ്ഞ തവണത്തെ ടോപ്പർ എന്ന് പറയുന്നത് 647 ആണെങ്കിൽ ഇത്തവണ അതിനു മുകളിൽ ഒരുപാട് ആളുകൾ എന്തുണ്ട്, സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് ഇപ്പൊ ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് നമുക്ക്, അപ്പൊ അതിലും കൂടുതലാണ് കട്ട് ഓഫ് വരാനാണ് ലാസ്റ്റ് വർഷത്തെ. അപ്പൊ ആ ലാസ്റ്റ് വർഷത്തെ കട്ട് ഓഫ് എത്രയാണ് മാർക്ക് എന്ന് അറിയണം. അപ്പോഴാണ് നമുക്ക് അതിലേക്ക് ലാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഞാനെല്ലാം ഒരു കൃത്യമായ ഒരു അനാലിസിസ് വെച്ചിട്ടാണ് അതിലേക്ക് ലാൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇനി അടുത്തൊരു കണക്ക് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് 2025 ലാസ്റ്റ് ഇയറിൽ 600 മേളില് 70 പേരോളമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. 70 പേരോളം. പക്ഷെ ഇപ്പം സൈലത്തിൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം വരെ ഏകദേശം 45ഓളം പേര് സൈലത്തിൽ മാത്രം എന്തുണ്ട്, 600 പ്ലസ് കാണിക്കുന്നുണ്ട്, സൈലത്തിലുണ്ട്. അപ്പൊ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാം വെച്ച് നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ 70 ആയിരത്തിൽ ഇത്തവണത്തെ 600 പ്ലസ് ഉണ്ടാവുന്ന ആളുടെ ട്രെൻഡ് എന്ന് പറയുന്നത് അത് കൂടുതലായിരിക്കും കമ്പാരിറ്റീവ്ലി. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് റാങ്കും കഴിഞ്ഞ തവണത്തെ എന്തായിരിക്കും, ആയിരിക്കത്തില്ല. ടോപ്പ് റാങ്കും അതിലേക്കാണ് നമ്മൾ വന്ന, ടോപ്പ് റാങ്കും 683 എന്ന് പറയുന്നത് ഇത്തവണ കൂടുതലാണ്. പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് 600 പ്ലസിന്റെ ട്രെൻഡും എന്താണ്, സൈലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾ 600 പ്ലസ് സ്കോർ ചെയ്തിട്ടുണ്ട്. നല്ല എഫേർട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും, എടുത്തവരെല്ലാവരും എഫേർട്ട് എടുത്ത, ഞങ്ങളും അത്രയും പണിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല റിസൾട്ടിലേക്ക് നമുക്ക് ലാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതിപ്പം നോക്കാത്ത ഇഷ്ടം പോലെ ആളുകളുണ്ട്. അവരുടെ എല്ലാവരുടെയും റിസൾട്ട് ഇനി ബാക്ക് ടു ബാക്ക് വരണം, എന്നാലേ നമുക്കൊരു എക്സാക്ട് കാര്യങ്ങളിലേക്ക് നമുക്കും കടക്കാൻ വേണ്ടി പറ്റുള്ളൂ. കാര്യം കുട്ടികളെല്ലാം ഇന്നലെ എക്സാം കഴിഞ്ഞ് ഇന്ന് നോക്കുന്നവരുണ്ടാവും, ഇന്ന് വൈകുന്നേരം നോക്കുന്നവരുണ്ടാവും. ഞാനിപ്പോൾ രാവിലെയാണ്, എക്സാം കഴിഞ്ഞ് തൊട്ട് ദിവസം രാവിലെയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം അത്രയും ഞാൻ പറഞ്ഞ ഈ ഒരു ട്രെൻഡിലേക്കാണ് എന്ത് ചെയ്യുന്നത്, പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ 600 പ്ലസിന്റെ എണ്ണം കേരളത്തിൽ എന്തായിരിക്കും, ഒരു നല്ല റേഞ്ച് ഓഫ് നമ്പേഴ്സ് എന്ത് ചെയ്യും, എന്തായാലും ഇത്തവണ ഉണ്ടാകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് കഴിഞ്ഞ തവണത്തെ ഞാനൊരു MBBS കട്ട് ഓഫ് ആണ്, ജനറൽ കേരളയുടെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഓൾ ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് വീണ്ടും താഴേക്കാണ് വരിക. പക്ഷെ ഈ പറയുന്ന പോലെ ഒരു കേരള എന്ന് പറയുന്നത് കട്ട് ഓഫ് എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ 535 വരെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു.
535 വരെയൊക്കെ ലാസ്റ്റ് അലോട്ട്മെന്റിൽ സ്പോട്ട് അലോട്ട്മെന്റിലൊക്കെ 535 ജനറൽ കാറ്റഗറി വന്നിട്ടുണ്ടായിരുന്നു. ഇത്തവണ എൻ്റെ അത് ഇത്രയും മാർക്ക് കൂടുതൽ വരുന്നതുകൊണ്ട് തന്നെ ഒരു 570 +or-10, ചിലപ്പോൾ 560 ആവാം അല്ലെ 580 ആവാം, ആ റേഞ്ച് ആയിരിക്കും എന്ത് 570 +or- അല്ലെ ഒരു 560+ ഒക്കെ ആയിരിക്കും വരിക. ഈ പറയുന്ന പോലെ ഒരു 560, അത് എക്സാക്ട് ആർക്കും പറയാൻ പറ്റില്ല. 560 570 റേഞ്ചിലായിരിക്കാം, 570 580 ഈ റേഞ്ച് ആയിരിക്കും എന്ത് ചെയ്യാൻ പറ്റുക. ഒരു 575+ ഒക്കെയാണ് ഒരു സേഫ് സോൺ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു മാർക്ക് എന്ന് പറയാം ജനറൽ കാറ്റഗറിയിൽ. OBCയിൽ അവിടുന്ന് ഒരു 10 മാർക്ക് ഡിഫറൻസ് വരെ വരാം, 560 +or-10 പറയാം. EWS എന്ന് പറയുമ്പോഴും അതേ 550 റേഞ്ചിലേക്ക് എന്ത് ചെയ്യും, ലാൻഡ് ചെയ്യും. SC/ST കാറ്റഗറി ഏകദേശം ഒരു 490 470 ആയിരിക്കാം ഇത്തവണത്തെ ഒരു സേഫ് മാർക്ക് എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. ബട്ട് ഇറ്റ് ക്യാൻ വേരി, ഒരു മാർക്ക് മാറിക്കൊണ്ടിരിക്കാം. ദാറ്റ് ഡിപ്പെൻസ്, അത് ഡിപ്പെൻഡ് ആയിട്ടാണ് നമുക്ക് ഇത്തവണത്തെ എത്ര പേര് ഈ റേഞ്ചിൽ വരുന്നുണ്ടെന്നുള്ളൊരു എക്സാക്ട് നമ്പർ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് അതിലേക്ക് ലാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുക. എങ്കിലും ഈ ഒരു കട്ട് ഓഫ് ഇറ്റ്സ് ഒരു സേഫ് സോൺ എന്ന് പറയാൻ പറ്റുന്ന ഒരു കട്ട് ഓഫ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നതാണ്. ഇപ്പം സൈലത്തിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇത്രയും നല്ലൊരു മാർക്കിലേക്ക് കുട്ടികൾ എത്തിച്ചു എന്നുള്ളൊരു സന്തോഷമുണ്ട്. പക്ഷെ അവസാന എക്സാം ഡിഫിക്കൽട്ട് ആയി എന്നുള്ളത് കുറെ ആളുകൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളൊരു സങ്കടമുണ്ട്. പല ആളുകളും ടെൻസ്ഡ് ആയിട്ടുണ്ട് സത്യത്തിൽ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആത്മാർത്ഥമായിട്ട് എഫേർട്ട് എടുത്തതിന്റെ റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കുട്ടികളും കൂടെ എടുത്ത എഫേർട്ട് തന്നെയാണ്. അപ്പം ഇനി എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കട്ട് ഓഫിൽ താഴേക്ക് പോകുന്ന ആളുകളാണെങ്കിൽ നമ്മളിപ്പം തരുന്ന സ്കോളർഷിപ്പുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അതും കൂടെ ഒന്ന് ഇവിടെ ആഡ് ചെയ്യുകയാണ്. അത് ഒരു സെപ്പറേറ്റ് വീഡിയോ വരും, എങ്കിലും ഞാൻ ജസ്റ്റ് ആഡ് ചെയ്യുകയാണ്. ഞാൻ ജസ്റ്റ് വായിക്കുകയാണ്. 525 ആൻഡ് എബോവ് ആണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് എബോവ് നിങ്ങൾ സ്കോർ ചെയ്തു, പക്ഷെ കട്ട് ഓഫിന് താഴെയാണെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ബാച്ചിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും. ഞാൻ ഇതിന്റെ കൂടെ അതും കൂടെ ഒന്ന് ആഡ് ചെയ്യാം. കുറെ ആളുകൾ ചോദിക്കും എത്രയാണ് നമ്മൾ കട്ട് ഓഫ്, എത്രയാണ് നമ്മൾ ഓഫർ, കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. നമ്മളിപ്പം ഞാൻ പറയുന്നത്, ഇനിയിപ്പോൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്ന +2 വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ ഒരു അറ്റംപ്റ്റും കൂടെ എടുക്കണമെന്ന് ഉറപ്പുള്ളവരോ വേഗം ചേരുക. നമുക്ക് സമയമില്ല. നമ്മളിപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, 24-ന് നമ്മൾ ജൂൺ 24-ന് മെഗാ അഡ്മിഷൻ വെച്ചുകൊണ്ട് അടുത്ത ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. കഴിഞ്ഞ ദിവസം നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം 3000-ഓളം പേര് കോഴിക്കോട് തന്നെ പഠിച്ചു തുടങ്ങിയിരിക്കും അടുത്ത വർഷത്തേക്ക് വേണ്ടി. അപ്പം അവരോടൊപ്പം കോമ്പീറ്റ് ചെയ്യുക എന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നേരത്തെ എന്ത് ചെയ്യുക, ചേരുക. ജൂൺ 24-ന് ഈ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ മാർക്കിന് അബവ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി നിങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് തന്നെ കിട്ടും. ആൻഡ് ബാക്കി ഇപ്പം 500 മുതൽ 524 വരെയാണെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മൾ ഹോസ്റ്റൽ ഫീസിൽ ഫുഡ് ഫീ ഒഴിച്ചുകൊണ്ട് ബാക്കിയെല്ലാം നമ്മൾ ഫ്രീ കൊടുക്കുന്നുണ്ട്. 496 മുതൽ 499 വരെ, അങ്ങനെ ഓരോ റേഞ്ച് ഓഫ് നിങ്ങൾക്ക് ഒരു മാർക്ക് റേഞ്ച് ഉണ്ടാകും. അത് നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചാൽ അവർ കൂടുതലായിട്ട് ഡീറ്റെയിൽസ് പറഞ്ഞു തരും. വേഗം ചേർന്ന് പഠിച്ചു തുടങ്ങാന്നുള്ളതാണ് ഇനിയിപ്പോൾ അടുത്ത വർഷത്തേക്ക് തീരുമാനിക്കുന്നവർ എന്തായാലും ചെയ്യേണ്ട കാര്യം. അപ്പൊ അതിന് നിങ്ങൾക്ക് ഈ ഡേറ്റിലെ മെഗാ അഡ്മിഷന് നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. ഇതാണ് കട്ട് ഓഫ് ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്. ഇതൊരു ഫസ്റ്റ് റൗണ്ട് അനാലിസിസിൽ നിന്ന് വന്നാണ്. ഇറ്റ് ക്യാൻ ചേഞ്ച്. അത് ആർക്കും പറയാൻ പറ്റില്ല. പറയാൻ പറ്റണമെങ്കിൽ കംപ്ലീറ്റ് ഡേറ്റ എന്ത് ചെയ്യണം, ഒരു 1 വീക്കിനുള്ളിൽ വരണം. അപ്പോൾ ഒരു പ്രോപ്പർ അനാലിസിസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഇതാണ് ഇപ്പോൾ നമ്മൾ അറിഞ്ഞ ട്രെൻഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആസ് ഓഫ് നൗ അറിഞ്ഞ ട്രെൻഡുകൾ, ആ ട്രെൻഡ് ചിലപ്പം ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അപ്പം എല്ലാവരും നിങ്ങൾ കൃത്യമായി ആലോചിച്ച് സമയമെടുത്ത് തീരുമാനിക്കുക. എന്തായാലും അതിനോടൊപ്പം നിങ്ങളുടെ കൂടെ ഞങ്ങളും ഉണ്ടാകും. ഇനി NTA-യോട് എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് അടുത്ത വർഷം അത് ഓൺലൈനാക്കി മാറ്റണം. ഓൺലൈനാക്കി മാറ്റി പ്രോപ്പറായി JEE മെയിൻ നടത്തുന്ന പോലെ തന്നെ നീറ്റ് നടത്തുക. 2 എക്സാം ആയിട്ട് 2 ടൈമിൽ എന്ത് ചെയ്യുക, അവർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. ബെറ്റർ റാങ്കിലേക്ക് വരുന്ന രീതിയിലും പെർസെന്റേജിലേക്ക് വരുന്ന രീതിയിലും ഒക്കെ തന്നെ അതിനെ കൊണ്ടുവരിക. അത് കഴിഞ്ഞ് വേണം ഒരു കോമൺ എക്സാം എയിംസിന് വേണ്ടി നടത്തണമെങ്കിൽ അതെന്ത്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഓഫ്ലൈൻ എക്സാം 2.5 ലക്ഷം പേർക്ക് മാത്രം JEE അഡ്വാൻസ് നടത്തുന്ന പോലെ ഇവിടെ നടത്തണമെങ്കിൽ അത് മാത്രം കൃത്യമായി പ്രോപ്പറായി നടത്തുക. എന്നിട്ട് ടോപ്പേഴ്സിനെ മാത്രം അവർക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് എക്സാം നടത്തിയിട്ട് അതിൽ നിന്ന് MBBS എടുക്കുക. ബാക്കിയുള്ളതെല്ലാം കോമൺ നീറ്റിൽ നിന്ന് JEE മെയിൻ ചെയ്യുന്ന പോലെ തന്നെ എടുക്കുക. അപ്പം ഇത് ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അപ്പം 2 തവണ, അതായത് ഓൺലൈൻ എന്നുള്ള രീതിയിൽ തന്നെയൊക്കെ അവർ മാറ്റാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത്. അതെന്തായാലും വരുമെന്ന് വിശ്വസിക്കാം. പ്രോപ്പറായി തന്നെ അത് എന്ത് ചെയ്യും, അടുത്ത വർഷം തൊട്ട് എക്സാം നടക്കും. അപ്പോൾ അതിലൊരു സംശയമില്ല. അപ്പോൾ നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ട് പഠിച്ചു തുടങ്ങുന്നവർ ഇപ്പോഴേ തുടങ്ങുക. +2 കുട്ടികൾ റിപ്പീറ്റിനൊക്കെ ജോയിൻ ചെയ്തവരുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് എഫേർട്ട് എടുക്കുക. ഈ കട്ട് ഓഫിന് മുകളിലേക്കൊക്കെ അടുത്ത വർഷം എത്താൻ വേണ്ടിയുള്ള പൂർണ്ണ എഫേർട്ട് എടുക്കണം. അതിന് നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാകും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.